എന്നോട് നാട്ടുകാരെ പൈസ ഓമ്പിച്ചിട്ട് പോകുന്നില്ലേ ആ പരിപാടിയില്ലടാ കുറച്ച്. അപ്പൊ മുത്തുവിളിച്ചോളെ ഷാജി പാപ്പനാണ്. നിങ്ങളെല്ലാം എന്റെ കൂടെ നിന്ന ഒരു വിഷയമാണ് പയ്യന്റെ ഒരു സാജിദിന്റെ ഒരു കാര്യത്തിന് വേണ്ടി. അതൊരു വൻ വിവാദമായ ഒരു കേസ് തന്നെയായിരുന്നു. അവിടുത്തെ പെങ്കൊച്ചിനെ ഒരു ഫോൺ ചെയ്ത് നിർത്തുന്നത്. അതിന് പുറകെ വന്നതാണ് പയ്യന്നൂർ സ്വദേശി അസീസ് എന്ന് പറയുന്ന ഒരു പരനാറി എന്നായിട്ട് ഭയങ്കര പള്ളുവിളിയും ചീത്തവിളിയൊക്കെ ആയിരുന്നു. ഞാനിത് ഈ സാജിദിന്റെ വീഡിയോ ഇട്ട് പറ്റിപ്പാണ് നടത്തിയത്. ഞാനും ഈ വീട്ടുകാരോടെ ചേർന്ന് നിന്നുകൊണ്ട് പൈസ തട്ടിപ്പാണ്. താണ്ട ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് താണ്ട സാജിദിന്റെ മുമ്പിലാണ്. സാജിദിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. സാജിദിന്റെ അവസ്ഥ നിങ്ങൾ ഡയറക്റ്റ് കണ്ടു. താണ്ട ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതാ പയ്യന്നൂർ സ്വദേശി അസീസെ, നിനക്ക് ഈ വീട്ടിൽ വന്നിട്ട് മൊത്തം ചെക്ക് ചെയ്യാം. നിന്റെ അടുത്ത് ഞാൻ 100 വട്ടം പറഞ്ഞു നിനക്ക് ആ അഡ്രസ് വരെ തന്നെയാണ്. നീ ആ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് ആ അവസ്ഥ കാണണം. അപ്പൊ നീ ആണും പെണ്ണും കെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലായി വീട്ടിൽ കളയുന്നപ്പം. അപ്പൊ മുത്തോണിച്ചറ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് താണ്ട ഞാൻ പറയുന്ന വാക്കുകളെല്ലാം സത്യസന്ധമായ കാര്യമാണെന്നും എന്റെ പ്രവൃത്തികളെല്ലാം നേരെയുള്ളതാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ പറയാം, എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇത് സത്യസന്ധതയാണെന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഈ സാജിദിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. പറ്റിയാൽ നിങ്ങളെ കൊണ്ട് ഒരു 200 രൂപ വെച്ച് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് താണ്ട എന്റെ വാട്സപ്പിലോട്ട് നിങ്ങൾക്ക് ആ മെസ്സേജ് അയച്ചു തരാവുന്നതാണ്. അത്ര ഒരു അവസ്ഥ മോശമായോണ്ട് തന്നെയാണ് സാജിദിന്റെ. കാരണം സർജറി നടത്തിയെങ്കിൽ മാത്രമേ ഈ ഉമ്മായിക്കും ഈ 2 സഹോദരിമാർക്കും ഒരു തുണയായിട്ട് ഒരു സഹോദരനാവത്തുള്ളൂ. അപ്പൊ നമ്മളെല്ലാരും കൂടെ ചേർത്ത് പിടിച്ച് ഒരു ചലഞ്ചായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ, എനിക്കറിയാം കൂലിപ്പണിക്കാരാണ് എല്ലാവരും, പരമാവധി എല്ലാവരും സഹായിച്ചവരാണ്. പക്ഷെ എന്നാലും ഈ അസീസ് എന്ന് പറയുന്നവൻ എന്നെ ഈ വീട്ടിൽ ഇന്ന് ഈ പയ്യന്നൂർ എത്തിച്ചെന്നുണ്ടെങ്കിൽ കൊല്ലത്തുനിന്ന് ഞാൻ വന്നത് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഞാൻ തട്ടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഇവിടെ പല കാര്യത്തിനും ഈ കേരളത്തിലെ പല ജനങ്ങളും എന്നോടൊപ്പം നിന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റിയാൽ താണ്ട 200 രൂപ, നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുത്തു. പടച്ചോനറിഞ്ഞ് എവിടെങ്കിലും ഏതെങ്കിലും ദുനിയാവിന്റെ മൂലയിൽ ഒരാളിരിപ്പുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു സഹായത്തിന് വന്ന ആ ഒരു സഹായം സാഹചര്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും വലിയ ഉപകാരമാകും. കാരണം ഒരു വാടക വീട്ടിലാണ് ഇവർ കിടക്കുന്നത്. ഒരു കടക്കാടം പോലും ഇവർക്ക് സ്വന്തമായിട്ടില്ല. അതിന്റെ കൂടെയാണ് ഈ ചികിത്സ കാര്യങ്ങൾ. ഇനി അതിനുവേണ്ടി ലക്ഷങ്ങൾ, ഇനി എത്ര ലക്ഷം രൂപ തന്നെ ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം ചെലവാക്കുന്നുണ്ട്. കാരണം ഒരു പെട്ടി നിറച്ച് സാജിദിന്റെ ചികിത്സയുടെ ഈ നോട്ട് പേപ്പറും കാര്യങ്ങളും എല്ലാം ഡോക്ടർമാരെല്ലാം. ആർക്ക് വേണേലും എന്നെ വിളിച്ചാൽ ഞാൻ കൊണ്ട് ബോധ്യപ്പെടുത്തി തരാം. ഞാൻ ഒരിക്കലും തട്ടിച്ചും പറ്റിച്ചും ജീവിക്കുന്നവനല്ല. ഞാൻ ഒരു രൂപ ആരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നവനുമല്ല. അപ്പൊ പയ്യനുള്ളടാ അസീസെ, നീ ഒരാണും പെണ്ണും കെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ വീട്ടുമുറ്റത്ത് വന്നിട്ട് നിനക്കതൊന്നും നോക്കാൻ പോലും കഴിവില്ലെങ്കിൽ ഈ സത്യം പറഞ്ഞാൽ ആണും പെണ്ണും കെട്ടവൻ തന്നെയാണോടാ.